ദാമു ഒരു പന്ത് കച്ചവടക്കാരനായിരുന്നു. കാട് കടന്നു വേണം അയാൾക്ക് പന്ത് കച്ചവടം ചെയ്യാൻ. അങ്ങനെ അയാൾ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. രാത്രിയായി. നടന്ന് അയാൾ വളരെയധികം ക്ഷീണിച്ചു. അയാൾ ഒരു മരച്ചുവട്ടിലിരുന്നു. അയാൾക്ക് ഉറക്കം വന്നു. ആ കാടിൻ്റെ ഭീകരതയൊന്നും അറിയാതെ അയാൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ പന്തുകളൊന്നും കാണാനില്ല. പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ നിന്ന് ശബ്ദം കേട്ടു. അയാൾ മരത്തിന്റെ മുകളിലേക്ക് നോക്കി. അപ്പോഴതാ ഒരു കൂട്ടം കുരങ്ങന്മാർ തന്റെ പന്തുകളെല്ലാം കയ്യിലേന്തി നിൽക്കുന്നു. അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഭയാനകമായ കുരങ്ങുകളുള്ള കുരങ്ങുകാട്ടിലൂടെ ആയിരുന്നു അയാൾ നടന്നു പോയിരുന്നത്. അയാൾ വിശ്രമിച്ച മരമോ 1000 കുരങ്ങന്മാർ താമസിച്ചിരുന്ന കുരങ്ങു മരമായിരുന്നു അത്. അപ്പോൾ കുരങ്ങന്മാർ ഈ പന്തുകൾ കണ്ടു. കുരങ്ങന്മാർ പന്തുകൾ തട്ടിയെടുക്കാൻ തീരുമാനിച്ചു. പതുക്കെ താഴോട്ടിറങ്ങി പന്തുകൾ ഓരോന്നായി എടുത്തു. പക്ഷേ ആ പാത്രത്തിൽ ഒരു ചുവന്ന പന്തുണ്ടായിരുന്നു. ദാമുവിനൊരു ബുദ്ധി തോന്നി. അയാൾ ആ ചുവന്ന പന്ത് കയ്യിലെടുത്തു. എന്നിട്ട് കുരങ്ങന്മാരെ ലക്ഷ്യമാക്കി ഒരൊറ്റ ഏറ്. ആ ചുവന്ന പന്ത് നേരെ പോയി കുരങ്ങന്മാരുടെ മുഖത്തടിച്ചു. കുരങ്ങന്മാർക്ക് ദേഷ്യം വന്നു. അവർ അയാളെയും ശക്തമായി എറിഞ്ഞു. താഴോട്ട് വന്ന പന്തുകളെല്ലാം അയാൾ ആ പാത്രത്തിലേക്ക് ശേഖരിച്ചു. എന്നിട്ട് അയാൾ അതിവേഗം ജീവനും കൊണ്ടോടി. അങ്ങനെ അയാൾ ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തി.